നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് ഒരു പുതിയ സ്മാർട്ട് ടി വി കൂടെ വന്നിട്ടുണ്ട്. ഹൈസെൻസ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു സ്മാർട്ട് ടി വിയാണ് വന്നിരിക്കുന്നത്. ഹൈസെൻസ് എന്ന് പറയുന്ന ബ്രാൻഡിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം എടുത്ത് പറയേണ്ടതുണ്ട്. ലോകത്ത് തന്നെ ഷിപ്മെന്റിന്റെ കാര്യത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ബ്രാൻഡാണ്. മാത്രമല്ല യൂറോ കപ്പിന്റെ ഒഫീഷ്യൽ പാർട്ട്നേഴ്സ് കൂടിയാണ് ഹൈസെൻസ്. എന്തായാലും ഹൈസെൻസിന്റെ പുതിയ സ്മാർട്ട് ടി വിയാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു QLED ടി വി ആണെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് ഗൂഗിൾ TV OS ആണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. മെയ്ഡ് ഇൻ ഇന്ത്യ ആണ് ഈ ഒരു ടി വി. ഈ ഒരു ടി വിക്കകത്ത് ക്വാണ്ടം ഡോട്ട് കളർ ഫീച്ചർ നൽകിയിട്ടുണ്ട്. അതുപോലെ ഡോൾബി വിഷൻ, ഗെയിം മോഡ് പ്ലസ് തുടങ്ങിയ നിരവധി ഫീച്ചറുകൾ ഒക്കെ നൽകിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഈ ഒരു ടി വി അൺബോക്സ് ചെയ്ത് ഇതിന്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നും എന്തൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കാം. അപ്പോൾ ഈ ഒരു ടി വിയുടെ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ടേബിൾ മൗണ്ട് ആണ് ഇത് നമുക്ക് ഇതിനകത്ത് ഇവിടെ തന്നിരിക്കുന്നത്. 2 സൈഡിലെയും ടേബിൾ മൗണ്ട് ഇതുപോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതേ ഇരിക്കുന്നു ടി വി, അത് താഴോട്ട് വയ്ക്കാം. ഈ ഒരു ടി വിയുടെ ബോക്സിനകത്ത് ഇത്തരത്തിൽ ഇതിൻ്റെ സെറ്റപ്പ് ഗൈഡ്, വാറണ്ടി കാർഡ് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വർഷത്തെ വാറണ്ടിയാണ് ഈ ഒരു ടി വിക്ക് ലഭിക്കുന്നത്. സാധാരണ എല്ലാ ടി വിക്കും ഒക്കെ ഒരു 90% ടി വികൾക്കും 1 വർഷത്തേക്ക് വാറണ്ടി മാത്രമാണ് ലഭിക്കുന്നത്. പക്ഷേ ഈ ഒരു ടി വിക്ക് 2 വർഷത്തെ വാറണ്ടി ഉണ്ട്. അതുപോലെ ഇതിൻ്റെ ഒരു റിമോട്ട്, ടേബിൾ മൗണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ക്രൂ, ടേബിൾ മൗണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ബുഷ്, റിമോട്ടിൽ ഇടാനുള്ള ബാറ്ററി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടി വിയുടെ ബോക്സിനകത്ത് നൽകിയിരിക്കുന്നത്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഇനി ഈ ഒരു ടി വി ഒന്ന് സെറ്റപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഹൈസെൻസിന്റെ E68N എന്ന് പറയുന്ന ഈ ഒരു മോഡൽ ടി വി ഇതുപോലെ വാൾ മൗണ്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഈ ഒരു ടി വി ഒന്ന് യൂസ് ചെയ്ത് നോക്കി. അപ്പോൾ ഇതിന്റെ ഒരു ഡിസ്പ്ലേയിലേക്ക് നമ്മൾ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ കാണും ഇതിന്റെ ബെസലുകൾ നോക്കി വളരെ തിന്നായിട്ടുള്ള ബെസലുകളാണ് 3 സൈഡിൽ. അതുപോലെ താഴെ അതും വളരെ തിൻ തന്നെയാണ്. ഇവിടെ ആയിട്ട് അതിന്റെ ലൈറ്റ് കൺട്രോൾ, ഈ റിമോട്ട് ഓൺ ഓഫ് ചെയ്യുമ്പോൾ ഉള്ള ലൈറ്റ് ഇൻഡിക്കേറ്റർ ഈ ഒരു ഭാഗത്തായിട്ട് കാണാം. എന്തായാലും മനോഹരമായിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ടി വിക്ക് ഹൈസെൻസ് നൽകിയിരിക്കുന്നത്. ആദ്യം ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ട്, ഹൈസെൻസ് എന്ന് പറയുന്ന ബ്രാൻഡ് പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന നമ്മളെപ്പോലുള്ള മലയാളികൾ ഒരുപാട് പേര് കേട്ടിട്ടുള്ള, ഒരുപാട് പേർ വാങ്ങിയിട്ടുള്ള ഒരു ബ്രാൻഡ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഈ ഒരു ടി വി 2 വ്യത്യസ്ത സൈസുകളാണ് ലഭിക്കുന്നത്. 43 ഇഞ്ച് സൈസും 55 ഇഞ്ച് സൈസും. അപ്പം നമ്മളിവിടെ പരിശോധിക്കുന്ന ഈ ഒരു ടി വി എന്ന് പറയുന്നത് 55 ഇഞ്ചിന്റെ സൈസുള്ള ടി വിയാണ്. അതുപോലെ ഈ ഒരു ടി വിയുടെ ഡിസ്പ്ലേയുടെ ആ ഒരു ടെക്നോളജി എന്ന് പറയുന്നത് QLED ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമ്മൾ കാണുന്ന ഓരോ വിഷ്വലുകളും ഹൈ ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ടിവിയുടെ മറ്റൊരു വലിയ പ്രത്യേകത. നമ്മൾ എപ്പോഴും ഒരു സ്മാർട്ട് ടി വി നോക്കുമ്പോൾ അതിന്റെ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അതിന്റെ ഡിസ്പ്ലേ കോഡ് തന്നെയാണ്. അത് ഇവിടെ അതിമനോഹരമായിട്ട് തന്നെ ഈ ഒരു ടി വി ഡെലിവർ ചെയ്യുന്നുണ്ട്. QLED ടി വി ആയതുകൊണ്ട് തന്നെ ഈ ഒരു ടി വിക്കകത്ത് 60 ഹെഡ്സിന്റെ പാനലാണ് നൽകിയിരിക്കുന്നത്. ഹൈസെൻസിന്റെ സ്മൂത്ത് മോഷനോട് കൂടി. അതായത് നമ്മൾ ഈ ഒരു ടി വി ഇങ്ങനെ ജസ്റ്റ് ഇതിന്റെ ഒരു നാവിഗേറ്റ് ചെയ്ത് നോക്കി കണ്ടില്ല, വളരെ സ്മൂത്ത് ആണ്. 60 ഹെഡ്സ് ആണെങ്കിലും വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു നാവിഗേഷൻ ആണ് നമുക്ക് ഈ ഒരു ടി വിയിൽ കിട്ടുന്നത്. യാതൊരു ജെർക്കോ ലാഗോ ഇഷ്യൂസോ ഒന്നും തന്നെ ഈ ഒരു ടി വി നമുക്ക് ഉപയോഗിക്കുമ്പോൾ നേരിടുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ സത്യം. വളരെ ഫാസ്റ്റ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുമ്പിൽ തന്നെ ഇത് കാണിക്കുന്നുണ്ടല്ലേ, റൈറ്റ് നാവിഗേഷൻ ആയാലും ലെഫ്റ്റ് നാവിഗേഷൻ ആയാലും അപ്പ് ആൻഡ് ഡൗൺ നാവിഗേഷൻ ആയാലും വളരെ സ്മൂത്ത് ആണ് ഈ ഒരു ടി വി എന്ന് പറയേണ്ടി വരും. അതിന് ഈ ഒരു ടിവിയുടെ ആ ഒരു ഡിസ്പ്ലേയുടെ 60 ഹെഡ്സിന്റെ ആ ഒരു റിഫ്രഷ് റേറ്റ് ഇതിനകത്ത് സഹായിക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു ടി വിക്കകത്താണെങ്കിൽ HDR10+ സപ്പോർട്ടും അതുപോലെ ഡോൾബി വിഷൻ സപ്പോർട്ടും നൽകിയിട്ടുണ്ട്. അപ്പോൾ HDR10+ സപ്പോർട്ടുള്ള വീഡിയോകളും അതുപോലെ ഡോൾബി വിഷൻ വീഡിയോകളൊക്കെ നമുക്ക് ഈ ഒരു ടിവിയിൽ പ്ലേ ചെയ്യാൻ സാധിക്കും. നമ്മളിപ്പോൾ ഐഫോൺ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഡോൾബി വിഷനിലും അതുപോലെ HDR-ലും ഒക്കെ നമുക്ക് വീഡിയോകൾ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അത്തരം സപ്പോർട്ടില്ലാത്ത ടിവികൾ ഒരുമാതിരി അത്തരം ഫയലുകൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ബ്ലീച്ച് ആയിട്ടിരിക്കുന്നതായിട്ട് കാണാം. പക്ഷേ ഇവിടെ അത്തരം ഫയലുകളെല്ലാം ഈ ഒരു ടി വിയിൽ സപ്പോർട്ട് ചെയ്യുമെന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഈ ഒരു ടി വിയിൽ ഡയറക്റ്റ് ഫുൾ അറേ LEDs ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പിക്ചർ ക്വാളിറ്റി കുറച്ചുകൂടി ബെറ്റർ ആണ്. അതുപോലെ വളരെ ഷാർപ്പാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇതിന്റെ ഡിസ്പ്ലേയിലെ ബ്ലാക്ക് പോർഷനുകളൊക്കെ വളരെ ഷാർപ്പായിട്ടുള്ള ബ്ലാക്ക് ആയിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഈവൻ ടി വി നമ്മൾ ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ള ഒരു സ്ക്രീൻ നമ്മൾ ഇതിനകത്ത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ബാക്ക് ലൈറ്റ് അടിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയില്ല. ഫുള്ളി ബ്ലാക്ക് ആയിട്ട് തന്നെ നമുക്ക് ബ്ലാക്ക് പോർഷൻസ് കാണാൻ സാധിക്കും. എന്നാൽ ചില വില കുറഞ്ഞ ടി വികളിൽ ബ്ലാക്ക് ഏരിയകളിൽ ചെറുതായിട്ട് വെളുത്ത് ഫീൽ ചെയ്യാറുണ്ട്. അത്തരം ഒരു ഫീൽ ഈ പറഞ്ഞ ഡയറക്റ്റ് ഫുൾ അറേ LED ആയതുകൊണ്ട് തന്നെ ഈ ഒരു ടി വിയിലില്ല. അപ്പം നല്ല വളരെ ഷാർപ്പ് ബ്ലാക്ക് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് മറ്റൊരു ഗുണം കൂടിയുണ്ട്, എനർജി കൺസംഷനും വളരെ കുറച്ചായിരിക്കും ഇത്തരം ടി വികളിൽ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ക്വാണ്ടം ഡോട്ട് കളർ ഫീച്ചർ ആണ് ഈ ഒരു ടി വിക്കകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ബില്യൺ പ്ലസ് കളേഴ്സിനെ ഈ ഒരു ടി വിക്ക് കാണിച്ചു തരാൻ സാധിക്കും. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ ഒരു ടി വി എല്ലാ കളറുകളും നല്ല ഷാർപ്പായിട്ട്, നമുക്കറിയാം ഒരു റെഡ് എന്ന് പറയുന്ന കളർ തന്നെ പല വേരിയന്റിൽ കാണാറുണ്ട് അല്ലേ. അപ്പോൾ അത്രയും ബില്യൺ പ്ലസ് കളർ ഇത് ഒക്യുപ്പൈ ചെയ്യുന്നത് കൊണ്ട് തന്നെയും ഈച്ച് ആൻഡ് എവറി കളർ വ്യത്യസ്തമായ രീതിയിൽ തന്നെ നല്ല ക്ലിയർ ആയിട്ടും ഷാർപ്പായിട്ടും വിവിഡായിട്ടും നമ്മെ കാണിച്ചു തരാൻ ഈ ഒരു ടി വിക്ക് സാധിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഇതിന്റെ അപ്സ്കെയിലിംഗ് ഫീച്ചറാണ്. ഓർക്ക് ഈ ഒരു ടി വി എന്ന് പറയുന്നത് 4K QLED ടി വിയാണ്, 4K റെസൊല്യൂഷനുള്ള ടി വിയാണ്. പക്ഷേ നമ്മൾ കാണുന്ന കണ്ടന്റുകളൊക്കെ എപ്പോഴും 4K ആകണമെന്നില്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ യൂട്യൂബ് വഴി വാർത്താ ചാനൽ വഴി വാർത്തകളൊക്കെ കേൾക്കുകയാണെങ്കിൽ അതൊന്നും 4Kയിലല്ല അവർ ടെലികാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം 4Kയിലല്ലാത്ത ക്വാളിറ്റി കുറഞ്ഞ വിഷ്വലുകളെ പോലും ഇത് അപ്സ്കെയിൽ ചെയ്ത് 4K ക്വാളിറ്റിയിലേക്ക് ഉയർത്തിക്കൊണ്ട് ഒരു 4K വിഷ്വൽ കാണുന്ന എഫക്റ്റിൽ നമുക്ക് കാണിച്ചു തരാൻ ഈ
ഈ ഒരു ടി വിയിൽ സാധിക്കുന്നുണ്ട്. വോക്ക് ഇൻറ്റു ഫ്രെയിംസ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ കൂടി ഈ ഒരു ടി വിക്കകത്ത് ഹൈസെൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിൽ ഇതിനകത്ത് വിഷ്വലുകൾ കാണുമ്പോൾ ഏറ്റവും ബാക്കിലുള്ള ഭാഗങ്ങൾ ബാക്ക്ഗ്രൗണ്ടും ഏറ്റവും മുന്നിലുള്ള ഫോർഗ്രൗണ്ടും അതുപോലെ ഇടയ്ക്കുള്ള മിഡ് ഗ്രൗണ്ട് ഇങ്ങനെ 3 ഭാഗങ്ങളെ കൃത്യമായിട്ട് ആ ഒരു സെപ്പറേറ്റ് ചെയ്ത് വ്യത്യസ്ത ലെയറുകളാക്കി, കൃത്യമായിട്ട് പറഞ്ഞാൽ ഏകദേശം 256 ലെയറാക്കി തന്നെ ഈ ഒരു ടി വിയിൽ കാണിക്കും. അപ്പോൾ ആ ഒരു ഡെപ്ത് എല്ലാം നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു ടി വിയിലൂടെ മനസ്സിലാകുമെന്നുള്ളതാണ്. ഫ്രണ്ടിൽ നിൽക്കുന്ന ഒബ്ജക്റ്റുകളെയും ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും അതുപോലെ മിഡ് ഗ്രൗണ്ടിൽ നിന്നും എല്ലാം ഒന്ന് മുന്നോട്ട് തള്ളി നിൽക്കുന്ന രീതിയിൽ, ഒന്ന് മുഴച്ചു നിൽക്കുന്ന രീതിയിൽ ഈ ഒരു ടി വി കാണിക്കും. അതായത് ഇതൊരു 2D ടി വി ആണെങ്കിലും നമുക്കൊരു 3D എഫക്റ്റ് വെർച്വലി നമുക്ക് ഫീൽ ചെയ്യും എന്നുള്ളതാണ് ഈ പറയുന്ന വോക്ക് ഇൻറ്റു ഫ്രെയിംസ് എന്ന ഈ ഒരു ഫീച്ചർ ഈ ഒരു ടി വിയിൽ അത്തരത്തിലാണ് അതിന്റെ ഒരു ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ VRR ALLM ഫീച്ചറുകളും കൊടുത്തിട്ടുണ്ട്. അതായത് വേരിയബിൾ റിഫ്രഷ് റേറ്റ് എന്നാണ് VRR. അതുപോലെ ALLM എന്ന് പറയുമ്പോൾ ഓട്ടോ ലോ ലേറ്റൻസി മോഡാണ്. എന്താണ് ഈ VRR അതുപോലെ ALLM ഫീച്ചറുകൾ എന്ന് പറയുന്നത്? നമുക്ക് ഗെയിമിംഗ് കൺസോളുകൾ ഈ ഒരു ടി വിയിൽ കണക്ട് ചെയ്തുകൊണ്ട് ഗെയിം കളിക്കാൻ സാധിക്കും. അത്തരം കേപ്പബിലിറ്റി കൂടിയുള്ള ഒരു ടി വിയാണ്. അപ്പോൾ ഗെയിമിംഗ് കൺസോളുകളൊക്കെ കണക്ട് ചെയ്യുമ്പോൾ അതിന്റെ ആ ഒരു ഗെയിം നല്ല രീതിയിൽ കളിക്കുന്നതിന് വേണ്ടി അതിന്റെ റിഫ്രഷ് റേറ്റ് വേരിയബിൾ ആക്കുന്നു. അതുപോലെ ആ ലേറ്റൻസി വളരെ കുറച്ചുകൊണ്ടുള്ള മികച്ച ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസിനും ഈ ഒരു ടി വിയുടെ ഈ ഒരു VRR ALLM ഫീച്ചറുകൾ സഹായിക്കും. അടുത്തൊരു ഫീച്ചറാണ് AI റിയൽ ടൈം സിനാരിയോ സ്പെസിഫിക് ഒപ്റ്റിമൈസേഷൻ നൽകിയിട്ടുണ്ട്. പേര് കേട്ടൊന്നും പേടിക്കേണ്ട. എന്താണ് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ടി വിയിൽ AIയുടെ സഹായത്തോടു കൂടി നമ്മൾ ഇരുന്ന് കാണുന്ന ആ മുറിയുടെ സിനാരിയോ അനുസരിച്ചുകൊണ്ട് ഒപ്റ്റിമൈസ് ചെയ്യുമെന്ന് ചുരുക്കുക. എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ രാത്രി കാലത്ത് ലോ ലൈറ്റിൽ മുറിയിൽ വളരെ കുറച്ച് വെളിച്ചത്തിൽ ഇരുന്നാണ് ഈ ടി വി കാണുന്നതെങ്കിൽ അതനുസരിച്ചുകൊണ്ട് ഇതിന്റെ ഡിസ്പ്ലേ ഒപ്റ്റിമൈസ് ചെയ്തത്. അതല്ല, നിങ്ങളൊരു ഡേ ലൈറ്റിൽ ജനലിലൂടെ ഭയങ്കര സൺലൈറ്റ് അകത്തേക്ക് കയറുന്ന സമയത്താണ് നിങ്ങൾ ടി വി കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ ഒരു സിനാരിയോ മനസ്സിലാക്കി അതനുസരിച്ചുകൊണ്ട് ഇതിന്റെ ഡിസ്പ്ലേ ഒപ്റ്റിമൈസ് ചെയ്യാനും ഈ ഒരു ടി വിക്ക് സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ എയുടെ സഹായത്തോടുകൂടി ഡിസ്പ്ലേ ഒപ്റ്റിമൈസ് ചെയ്യുന്നുണ്ട് ഈ ഒരു ടി വിയിൽ. കൂടാതെ AI സ്പോർട്സ് മോഡും ഇതിനകത്തുണ്ട്. അതായത് നമ്മൾ ക്രിക്കറ്റ് കളി അതുപോലെ ഫുട്ബോൾ അങ്ങനെയുള്ള കളികളൊക്കെ നമ്മൾ ഈ ഒരു ടി വി ഉപയോഗിച്ച് കാണുമ്പോൾ എയുടെ സഹായത്തോടുകൂടി ഒരു സ്റ്റേഡിയം ലൈക്ക് എക്സ്പീരിയൻസ്, നമ്മൾ സ്റ്റേഡിയത്തിൽ ഇരുന്ന് ആ കളി കാണുന്ന പോലെ ആ സൗണ്ട് ക്വാളിറ്റിയിലായാലും ആ വിഷ്വൽ ക്വാളിറ്റിയിലായാലും ഒരു എൻഹാൻസ്മെന്റ് നമുക്ക് നൽകിക്കൊണ്ടുള്ള മികച്ച എക്സ്പീരിയൻസ് ഈ ഒരു ടി വി സമ്മാനിക്കും. അതുപോലെ തന്നെ ഈ ഒരു ടി വിയിൽ ഫിലിം മേക്കർ മോഡ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ നൽകിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഈ ഒരു ടി വി നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആ സിനാരിയോയ്ക്ക് അനുസരിച്ചുകൊണ്ടും ഒക്കെ ഇതിന്റെ ചിലപ്പോൾ വളരെ കളറൊക്കെ ചിലപ്പോൾ ബൂസ്റ്റ് ചെയ്തൊക്കെ ആയിരിക്കും സാധാരണഗതിയിൽ നമ്മളൊരു മൂവിയൊക്കെ കാണുമ്പോഴും കാണുന്നത്. പക്ഷേ ആ സിനിമ ഷൂട്ട് ചെയ്തത് ആ ഒരു ഡയറക്ടർക്ക് ചിലപ്പോൾ ഒരു പ്രത്യേക പർട്ടിക്കുലർ കളർ ടോൺ വെച്ചിട്ടായിരിക്കും ഒരു പർട്ടിക്കുലർ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഫിലിം എങ്ങനെയാണോ ഷൂട്ട് ചെയ്തത്, ഏത് കളറിലാണോ ആ ഫിലിം ഷൂട്ട് ചെയ്തിരിക്കുന്നത്, ആ പടത്തിന്റെ കൃത്യമായ കളർ പ്രൊഫൈലിൽ യാതൊരുവിധ ബൂസ്റ്റിംഗ് ഒന്നും ഇല്ലാതെ കാണാൻ ഈ പറയുന്ന ഫിലിം മേക്കർ മോഡ് നമുക്ക് ഉപയോഗിക്കാനാകും. ഗൂഗിൾ വോയിസ് അസിസ്റ്റന്റ് സംവിധാനം ഈ ഒരു ടി വിയിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു റിമോട്ടിനകത്ത് അത്തരത്തിൽ വോയിസ് അസിസ്റ്റന്റിന്റെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ആ ബട്ടൺ ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ വാട്സ്ആപ്പ് വെദർ റൈറ്റ് നൗ കണ്ടില്ലേ, നമുക്ക് ഗൂഗിൾ അസിസ്റ്റന്റുമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാവുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു ടി വിയിലൂടെ ലഭിക്കും. അതുപോലെ തന്നെ ഇൻബിൽറ്റ് ആമസോൺ അലക്സ സപ്പോർട്ടും ഈ ഒരു ടി വിയിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾ ഉപയോഗിക്കുന്ന ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ അത് ഗൂഗിൾ ക്രോം കാസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇതിനകത്തേക്ക് കാസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾ ഐഫോൺ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആപ്പിൾ എയർപ്ലേ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഐഫോണുകൾ പോലും ഇതിലേക്ക് സ്ക്രീൻ കാസ്റ്റ് ചെയ്യാനും സാധിക്കും. സാധാരണ ഗൂഗിൾ ടി വികളിലൊക്കെ എപ്പോഴും ഗൂഗിൾ ക്രോം കാസ്റ്റ് മാത്രമാണ് കാണുന്നത്. പക്ഷേ കുറച്ചുകൂടെ വില കൂടിയ ടി വികളാണ് സാധാരണ ആപ്പിൾ എയർപ്ലേ വരുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഒരു ടി വിയുടെ OS ആണ്. അതായത് ലേറ്റസ്റ്റ് ഗൂഗിൾ ആൻഡ്രോയിഡ് OS ആണ് ഈ ഒരു ടി വിക്ക് അത് നൽകിയിരിക്കുന്നത്. ആൻഡ്രോയിഡ് TV OS ലേറ്റസ്റ്റ് വെർഷൻ ആയിട്ടുള്ള ആൻഡ്രോയിഡ് 12 തന്നെയാണ് ഈ ഒരു ടി വിയിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് ഈ ടി വിയുടെ ആ ഒരു ഇന്റർഫേസിനകത്ത് കാര്യമായിട്ടുള്ളൊരു പുതിയ ഒരു ലുക്ക് എന്തായാലും തരത്തിൽ വന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഈ ഒരു ടി വിയിലേക്ക് നോക്കി കഴിഞ്ഞാൽ നെറ്റ്ഫ്ലിക്സ്, യൂട്യൂബ്, ഡിസ്നി ഹോട്ട്സ്റ്റാർ, പ്രൈം വീഡിയോ, സോണി ലിവ്, C5, ജിയോ സിനിമ എന്ന് വേണ്ട നിരവധി OTT ആപ്ലിക്കേഷൻസ് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കാണാം. പല OTT ആപ്ലിക്കേഷനുകളിൽ നിന്നുള്ള ആ ഒരു സജഷൻ ഇതുപോലെ താഴേക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ടി വിയിൽ സെറ്റിംഗ്സിലെ പിക്ചറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇഷ്ടാനുസരണം ബ്രൈറ്റ്നസ്, കളർ, അതുപോലെ ക്ലാരിറ്റി നമുക്കിവിടെ കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. കൂടാതെ നമുക്ക് ഇഷ്ടാനുസരണം നമുക്ക് ഇതിന്റെ സൗണ്ട് എഫക്റ്റും ഇതുപോലെ സെറ്റ് ചെയ്യാനും ഒക്കെയുള്ള ഓപ്ഷനും ഈ ഒരു ടി വിക്കകത്ത് നൽകിയിട്ടുണ്ട്. ഇതാണ് ഈ ഒരു ടി വിയുടെ റിമോട്ട്. കോമ്പാക്ട് സൈസ് ആണ്. എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത് ഇതിനകത്ത് ടി വിയുടെ സെറ്റിംഗ്സ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡെഡിക്കേറ്റഡ് ബട്ടൺ ഉണ്ട്. അതുപോലെ ടി വി മ്യൂട്ട് ചെയ്യുന്നതിനുള്ള ഡെഡിക്കേറ്റഡ് ബട്ടൺ ഉണ്ട്. അതുപോലെ നെറ്റ്ഫ്ലിക്സ്, യൂട്യൂബ്, സോണി ലീവ്, ആമസോൺ പ്രൈം, ഡിസ്നി ഹോട്ട്സ്റ്റാർ, അതർ മീഡിയാസ് ഇതിന് വേണ്ടിയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ബട്ടണുകളും ഈ ഒരു ടി വി റിമോട്ടിൽ നൽകിയിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഇതിന്റെ സൗണ്ട് ക്വാളിറ്റിയാണ് കേൾക്കേണ്ടത്. സാധാരണ നമ്മൾ പല സ്മാർട്ട് ടി വികളും ഇവിടെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. പല സ്മാർട്ട് ടി വികളിലും ഉള്ള ഒരു വലിയ പോരായ്മ എന്ന് പറയുന്നത് അതിന്റെ സൗണ്ട് ക്വാളിറ്റിയിലാണ്. കാരണം ഇത് സ്മാർട്ട് ടി വികളെല്ലാം വളരെ തിന്നായിട്ടുള്ള ഒരു പ്രൊഫൈലാണ് വരുന്നത്. അതിനകത്ത് അവർ വെക്കുന്ന സ്പീക്കറിനും വളരെ പരിമിതിയുണ്ട്, അതിന്റെ ഒരു സൈസ്. അപ്പോൾ ആ ഒരു സ്പീക്കറിന്റെ സൈസ് പരിമിതി കാരണം പലപ്പോഴും മികച്ച ക്വാളിറ്റി സൗണ്ട് പലപ്പോഴും പല സ്മാർട്ട് ടി വികളും നൽകി കാണാറില്ല. എന്നാൽ ഇവിടെ കാര്യങ്ങൾ വ്യത്യസ്തമാണ്. മികച്ച സൗണ്ട് ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു ടി വി സമ്മാനിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം.
നല്ല വോളിയവും നല്ല പ്രീമിയം ആയിട്ടുള്ള സൗണ്ടാണ്. കുറച്ചുകൂടി ബാസ് ഒരു അല്പം കൂടി ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമെന്നൊരു അഭിപ്രായമുണ്ട്. ഓക്കെ, എന്നിരുന്നാലും മറ്റ് സ്മാർട്ട് ടിവികളെ അപേക്ഷിച്ച് മികച്ച സൗണ്ട് ക്വാളിറ്റി തന്നെയാണ് എന്തായാലും ഈ ഒരു സ്മാർട്ട് ടി വി സമ്മാനിക്കുന്നത്. അതുപോലെ മികച്ച സൗണ്ട് ക്വാളിറ്റിക്ക് വേണ്ടി ഈ ഒരു ടിവിയിൽ ഡോൾബി അറ്റ്മോസിന്റെ സപ്പോർട്ടും നൽകിയിട്ടുണ്ട്. അടുത്തായിട്ട് ഈ ഒരു ടിവിയുടെ പ്രൈസിംഗ് ആണ്. അപ്പോൾ ഈ ഒരു ടിവിയുടെ പ്രൈസിംഗ് കേൾക്കുന്നതിന് മുമ്പ് ഇതൊരു QLED ടി വി ആണെന്നുള്ളത് ഓർമ്മ വേണം. ഇതൊരു 4K റെസൊല്യൂഷൻ ടി വി ആണെന്നുള്ളത് ഓർമ്മ വേണം. ഇതൊരു ഗെയിമിംഗ് കൺസോളിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ടി വി ആണെന്ന് ഓർമ്മ വേണം. നിരവധി വിഷ്വൽ എൻഹാൻസ്മെന്റുകൾ ഉള്ള ഒരു ടി വി ആണെന്ന് ഓർമ്മ വേണം. സൗണ്ട് ക്വാളിറ്റിയിൽ ഡോൾബി അറ്റ്മോസും മികച്ച സൗണ്ട് ക്വാളിറ്റി ഉള്ള ഒരു ടി വി ആണെന്ന് ഓർമ്മ വേണം. ഇതിനകത്ത് ഉപയോഗിക്കുന്ന ടെക്നോളജി മികച്ചതാണെന്ന് ഓർമ്മ വേണം. അതെല്ലാം കേട്ടുകൊണ്ട് വേണം ഇതിന്റെ ഒരു പ്രൈസ് നമ്മൾ കേൾക്കാൻ. ഇതിന് ഈ പറഞ്ഞ പോലെ രണ്ട് വ്യത്യസ്ത സൈസുകളാണ് ഈ ടി വി വരുന്നതെന്ന് ഞാൻ പറഞ്ഞു. 43 ഇഞ്ചും 55 ഇഞ്ചും. 43 ഇഞ്ചിന്റെ വില എന്ന് പറയുന്നത് 31,999 രൂപയാണ്. മാത്രമല്ല മറ്റ് 90% സ്മാർട്ട് ടിവികൾ നൽകാത്ത തരത്തിലുള്ള 2 ഇയർ വാറന്റി കൂടി നൽകുന്നുണ്ട്. എന്നാൽ നമ്മൾ ഇന്ന് പരിചയപ്പെട്ട ഈ ഒരു 55 ഇഞ്ചിന്റെ വില എന്ന് പറയുന്നത് 44,999 രൂപയുമാണ്. ഓർക്കുക, ഈ ഒരു QLED ടിവിക്ക് സാധാരണഗതിയിൽ ഒരു 43 ഇഞ്ചിനൊക്കെ എങ്ങനെ പോയാലും ഒരു 40,000 പ്രൈസ് റേഞ്ച് വരുന്നതാണ്. നിങ്ങൾക്ക് തന്നെ ജസ്റ്റ് ഗൂഗിൾ ചെയ്യാം. ആ കണക്കിന് ഈ പറഞ്ഞ ഇതിന്റെ വില എന്ന് പറയുന്നത് വളരെ കോമ്പറ്റീറ്റീവ് പ്രൈസ് ആണ് എന്നുള്ളത് ഓർപ്പിക്കട്ടെ. അതുപോലെ 2 ഇയർ വാറന്റി, അതും ഒരു വലിയ കാര്യമാണ്. ഞാൻ ഈ അടുത്തിടെ എൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് ഒരു ടി വി വാങ്ങി. ഞാൻ 3 ഇയർ വാറന്റി ഞാൻ മൊത്തത്തിൽ അതിനകത്ത് എക്സ്റ്റെൻഡ് ചെയ്ത് വാങ്ങി. എപ്പോഴും സ്മാർട്ട് ടിവികൾ വാങ്ങുമ്പോൾ ഈ പറഞ്ഞ പോലെ വാറന്റി അതൊരു വലിയ വിഷയമാണെന്നുള്ളത് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. അനുഭവത്തിന്റെ പുറത്തെന്ന് പറയുന്നു. വാറന്റികൾ എപ്പോഴും കൂടുതൽ ഉള്ള ടിവികൾ വാങ്ങുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ പരമാവധി നിങ്ങൾക്ക് വാറന്റി എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതും ഒരു ബെറ്റർ ഓപ്ഷൻ തന്നെ ആയിരിക്കും. പക്ഷേ ഇവിടെ എന്തായാലും 2 ഇയർ വാറന്റി എന്തായാലും ടി വി നൽകുന്നു എന്നുള്ളത് വലിയ കാര്യം.